നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ ഇന്നലെ ന്യൂയോർക്ക് സിറ്റിയിലേക്കായിരുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അതായത് അർജന്റീനയും സ്പെയിനും തമ്മിൽ ഫുട്ബോൾ മൈതാനത്ത് ഏറ്റുമുട്ടുകയായിരുന്നു. ലോകകപ്പ് ഫൈനൽ മത്സരം കാണാൻ ഇരു ടീമുകളുടെയും ആരാധകർ അക്ഷമയോടുകൂടി കാത്തിരുന്നു. ഏറ്റവും ഒടുവിലായി ആ ഫലം വന്നു. എക്സ്ട്രാ ടൈമിലാണ് ഒരു ഗോൾ നേടിക്കൊണ്ട് സ്പെയിൻ വിജയിക്കുന്നത്. ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് ലോകമെമ്പാടുമുള്ള സ്പെയിൻ ആരാധകർ. പക്ഷേ ഈ അർജന്റീനിയൻ ആരാധകർക്ക് ഇന്നലെ ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു. മെസ്സിപ്പടയിൽ വിശ്വാസം കൽപ്പിച്ചുകൊണ്ട് സ്പെയിനും അർജന്റീനയും പരസ്പരം ഫൈനലിൽ ഏറ്റുമുട്ടുമെന്ന് തീരുമാനമായപ്പോൾ തന്നെ വിജയമുറപ്പിച്ചിരുന്നു അർജന്റീന ആരാധകർ. അത്രമാത്രം അവർക്ക് അവരുടെ ടീമിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അർജന്റീനിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട ദിവസമായിരുന്നു. കളിയുടെ ഒരു ഘട്ടത്തിലും അവർക്ക് മുൻതൂക്കം നേടാൻ സാധിച്ചില്ല. താരതമ്യേന പ്രായം കുറഞ്ഞ കളിക്കാരുണ്ടായിരുന്ന സ്പെയിൻ ഈ അർജന്റീനിയൻ ടീമിനെ ഇന്നലെ വിറപ്പിച്ചു എന്ന് തന്നെ പറയാം. കാര്യമായ ഒരു മുന്നേറ്റവും ഈ മൈതാനത്ത് തീർക്കാൻ ഈ പേരുകേട്ട മെസ്സിപ്പടയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ ആരാധകരെ നിരാശപ്പെടുത്തിയത്. പക്ഷേ സ്പെയിനും അർജന്റീനയുമായിട്ട് ഉള്ള മത്സരത്തിന് ശേഷം ചില നാടകീയ രംഗങ്ങൾ നമ്മൾ കണ്ടു. അത് മറ്റൊന്നുമല്ല, ഈ കപ്പ് ഹാൻഡ് ഓവർ ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് കളി തുടങ്ങും മുമ്പ് തന്നെ മൈതാനത്ത് എത്തിയിരുന്നു. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ അദ്ദേഹം ആദ്യം കളി തുടങ്ങുന്നതിന് മുമ്പുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം കളി തീർന്നതിന് ശേഷമുള്ള ഔപചാരികമായ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ ട്രംപ് അത്രമാത്രം സന്തോഷവാനായിരുന്നില്ല. സ്പെയിൻ വിജയിച്ചതിൽ ട്രംപിന് അത്ര സന്തോഷമൊന്നുമില്ല. കാരണം ട്രംപ് മെസ്സിയുടെ ആരാധകനായതുകൊണ്ടല്ല, അവിടെ ചില രാഷ്ട്രീയമുണ്ട്. അതായത് സ്പെയിനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധമാണ് അതിന് കാരണം. അത്ര സുഖകരമല്ലാത്ത നയതന്ത്ര ബന്ധമാണ് സ്പെയിനും അമേരിക്കയും തമ്മിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ളത്. സ്പെയിൻ നാറ്റോ സഖ്യകക്ഷിയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഒട്ടും കണ്ടുകൂടാത്ത ഒരു നാറ്റോ സഖ്യകക്ഷിയായി ഇന്നിപ്പോൾ സ്പെയിൻ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ലോകകപ്പ് സമാപന വേദിയിൽ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മ്ലാനമായിരുന്നത്? തീർച്ചയായും സ്പെയിനിന് അദ്ദേഹത്തിന് കപ്പ് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സ്പെയിനിനെ അത്രയധികം വെറുക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. കാരണം മറ്റൊന്നുമല്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ യുദ്ധക്കൊതി, അമേരിക്കയുടെ യുദ്ധക്കൊതിയെ സ്പെയിൻ എതിർക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടന്ന ആക്രമണത്തെ ശക്തമായി എതിർക്കുന്ന നാറ്റോ സഖ്യകക്ഷിയാണ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ സ്പെയിനിൻ്റെ പ്രധാനമന്ത്രിയും മറ്റ് രാഷ്ട്ര നേതാക്കന്മാരെല്ലാം അവിടെ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു, ഗാലറിയിൽ ഉണ്ടായിരുന്നു. ട്രംപും അവിടെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചില ഔപചാരികമായ ആശയവിനിമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയും മാത്രമേ ചെയ്തുള്ളൂ. അത്ര വലിയ സുഖകരമായ കൂടിക്കാഴ്ചയൊന്നും ആയിരുന്നില്ല ഇന്നലെ നടന്നത്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ മോശമായ നയതന്ത്ര ബന്ധം തന്നെയാണ്. അമേരിക്കയും സ്പെയിനും തമ്മിലുള്ള ബന്ധം മോശമാകാൻ കാരണവും ഈ ഇറാൻ്റെ വിഷയത്തെ ചൊല്ലിയാണ്. ഇറാൻ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല ഈ നാറ്റോ സഖ്യകക്ഷിയായ സ്പെയിൻ. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇന്നലെ ആ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വന്ന് പങ്കെടുത്തു. വിജയിച്ച ടീമിന് അദ്ദേഹം കപ്പ് നൽകി എന്നതിലപ്പുറം മറ്റൊന്നും അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന ഒന്നും ലോകകപ്പ് ഫൈനൽ ദിനത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, അമേരിക്ക യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനിൽ അതിഘോരമായ യുദ്ധമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഡൊണാൾഡ് ട്രംപുമാണ്. ഇപ്പോൾ ഇസ്രായേൽ കൂടി മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ചർച്ചാ മേശയ്ക്കരികിൽ നിന്നും അമേരിക്ക നേരെ ആക്രമണത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഇറാനുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇറാൻ്റെ സേനാ വിഭാഗമായ IRGC ഈ ഹോർമൂസിലൂടെ കടന്നുപോയ ചരക്ക് കപ്പലുകളെ ആക്രമിച്ചത്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നേരിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനുമായിട്ടുള്ള സമാധാന ഉടമ്പടികളെല്ലാം റദ്ദാക്കി ആക്രമണത്തിന് ഇറങ്ങുകയായിരുന്നു. ശക്തമായ ആക്രമണമാണ് ഈ കഴിഞ്ഞ തുടർച്ചയായ 9 ദിവസങ്ങളിലും അമേരിക്ക നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. യുദ്ധവിമാനങ്ങളുടെ എണ്ണം കൂട്ടുന്നു.
ടാങ്കർ വിമാനങ്ങളുടെ എണ്ണം കൂട്ടുന്നു. ഇസ്രായേൽ ഇടത്താവളമാക്കിക്കൊണ്ട് കനത്ത ആക്രമണം ഇറാന്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തുന്നു. ഇങ്ങനെ അതിഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ലോകകപ്പ് മത്സരം നടക്കുന്നത്. അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഉത്തരവാദിത്തമുള്ള സമയത്ത് അദ്ദേഹം ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സമയം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ട്രംപിൻ്റെ സുരക്ഷ തന്നെ അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ അപകടാവസ്ഥയിലാണ്. കാരണം ട്രംപിനെ വധിക്കാൻ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഇറാൻ നടത്തുകയാണ്. അതിൻ്റെ കാരണം ആയത്തുള്ള ഖമേനിയുടെ വധമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൻ്റെ ആദ്യ ദിവസം തന്നെ, അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 തന്നെ ആയത്തുള്ള ഖമേനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. ഇത് ഇറാനിൽ വല്ലാത്ത പക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനു പകരം വീട്ടുമെന്ന് ഇറാൻ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആയത്തുള്ള ഖമേനിയുടെ മകനും ഇപ്പോഴത്തെ പരമോന്നത നേതാവുമായ മൊജ്തബ ഖമേനി തൻ്റെ പിതാവിൻ്റെ രക്തത്തിന്, നിരപരാധിയായ തൻ്റെ പിതാവിൻ്റെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അമേരിക്കയോട് പകരം ചോദിക്കാൻ ഇറാൻ എല്ലാ വഴികളും തേടുകയാണ്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോൾ ഇറാൻ്റെ പക്കലുണ്ട്. അത് 90% സമ്പുഷ്ടീകരിക്കപ്പെട്ടാൽ ആണവായുധമായി മാറും. അങ്ങനെ ഇറാൻ്റെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ദോഷകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല, പ്രത്യേകിച്ചും അയത്തുള്ള ഖൊമൈനി കൊല്ലപ്പെട്ടതിന് ശേഷം. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിനും വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. ഈ സുരക്ഷാ ഭീഷണിക്കിടയിലാണ് 10,000 പങ്കെടുക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. പ്രീ മാച്ച് പ്രസന്റേഷനും അതുപോലെ തന്നെ പോസ്റ്റ് മാച്ച് സെറമണിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ട്രംപ് അവിടെ നിന്ന് മടങ്ങിയത്. ഇതിനിടയിലാണ് സ്പെയിൻ പ്രസിഡന്റിനുമായിട്ടുള്ള കൂടിക്കാഴ്ച അദ്ദേഹത്തിന് വേണ്ടി വന്നത്. മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് സ്പെയിൻ്റെ പ്രധാനമന്ത്രിയുമായി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത്. ഔപചാരികമായ ആശയവിനിമയം മാത്രം. അതിനുശേഷം വാർത്താലേഖകരോട് തനിക്കാരുമായും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നു പോവുകയായിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകളോട് അല്ലെങ്കിൽ അതിൻ്റെ അജണ്ടകളോട് ഒട്ടും യോജിക്കാത്ത രാജ്യമാണ് സ്പെയിൻ. ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളെ സ്പെയിൻ ശക്തിയുക്തം എതിർത്തിരുന്നു. ഇറാനിൽ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ യുദ്ധ വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന് സ്പെയിനും ഓസ്ട്രേലിയയും സംയുക്തമായി ഉപയോഗിച്ചു വരുന്ന സേനാതാവളങ്ങളടക്കം നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ട്രംപ് സ്പെയിനിനെതിരെ കടുത്ത നിലപാടെടുത്തു. എല്ലാ വ്യാപാര ബന്ധങ്ങളും, സ്പെയിനുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിക്കാനാണ് പിന്നീട് പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടത്. അതായത് ഒന്നും രണ്ടുമല്ല, $121 ബില്യൺ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നു വന്നിരുന്നത്. ഈ വ്യാപാരമാണ് ഉടൻ നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിട്ടത്. രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്പെയിനിൻ്റെ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇരുട്ടടിയായി അത് മാറി. വിദേശകാര്യ നയം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സ്വതന്ത്രമായ അവകാശമാണ്. ആ വിദേശകാര്യ നയത്തിൻ്റെ പേരിൽ വ്യാപാര ബന്ധങ്ങളെ അട്ടിമറിക്കുന്നത് ശരിയല്ല എന്ന് അന്ന് തന്നെ സ്പെയിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള തങ്ങളുടെ അജണ്ടയെ എതിർക്കുന്നതിൻ്റെ പേരിൽ മുഴുവൻ വ്യാപാര ബന്ധവും ഉപേക്ഷിക്കാൻ ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനം സ്പെയിനിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണോ ഏതാണ്ട് അതേ ശത്രുതയിലാണ് ഇപ്പോൾ നാറ്റോ സഖ്യകക്ഷികളാണെങ്കിലും സ്പെയിനും അമേരിക്കയും. ഈ സാഹചര്യത്തിലാണ് സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള ഫൈനൽ മത്സരം വരുന്നത്. ഫൈനൽ മത്സരം നടക്കുന്നതാകട്ടെ അമേരിക്കയിലും. ഇതിൽ അമേരിക്ക ഒന്ന് പെട്ടു. സ്പെയിനിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടിരുന്ന, സ്പെയിനുമായി ഒരു ചർച്ചയുമില്ല, സ്പെയിനുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപിന് മുന്നിലേക്ക് സ്പെയിനിൻ്റെ ഫുട്ബോൾ ടീം വന്നു കയറുകയായിരുന്നു. അവർ വെറുതെ കളിച്ചു പോവുകയായിരുന്നില്ല, ലോകകപ്പ് നേടുകയായിരുന്നു. പേരുകേട്ട അർജന്റീനിയൻ പടയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വളരെ ത്രസിപ്പിക്കുന്ന വിജയമാണ് അമേരിക്കൻ മണ്ണിൽ സ്പെയിൻ നേടിയത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് സ്പെയിൻ ടീമിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല, സ്പെയിനിന് കപ്പ് കൈമാറാതിരിക്കാൻ നിർവാഹമില്ല. ഈ ലോകകപ്പ് മത്സരം കാണാൻ അമേരിക്കയിലെത്തിയിട്ടുള്ള സ്പെയിൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാതിരിക്കാനും നിർവാഹമില്ല. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് മനസ്സില്ലാ മനസ്സോടെ ഇതൊക്കെ നിറവേറ്റിയത്. എന്തായാലും ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖം അത്ര തെളിച്ചമുള്ളതായിരുന്നില്ല.
ലയണൽ മെസ്സി ഉൾപ്പെടുന്ന ഈ അർജന്റീനിയൻ ടീം വിജയിക്കാത്തത് കൊണ്ടല്ല. നയതന്ത്ര ബന്ധങ്ങളിൽ താൻ എപ്പോഴും അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുള്ള സ്പെയിൻ, ആ സ്പെയിൻ പ്രധാനമന്ത്രിക്ക് ഇവിടെ വരികയും പ്രധാനമന്ത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് സ്പെയിൻ ടീമിന് കപ്പ് നൽകേണ്ടി വന്നതിലും ഏറെ ഖിന്നനായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന് വേണം വിലയിരുത്താൻ.